Today our topic is psychometric process. നമ്മൾ ഇനി കാണാൻ പോവുക സൈക്കോമെട്രിക് പ്രോസസ്സാണ്. അപ്പോൾ എന്താണ് ഒരു പ്രോസസ്സ്? നമുക്കറിയാം, തെർമോഡൈനാമിക്സിൽ പറയുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് ഒരു സിസ്റ്റം പോകുന്നു, അതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഒരു കണ്ടീഷനിൽ നിന്ന് അടുത്തൊരു കണ്ടീഷനിലേക്ക് എയറിനെ മാറ്റുന്നു. അപ്പോൾ നമ്മൾ സൈക്കോമെട്രിക് എല്ലാം പഠിച്ചത് മോയിസ്ചറിനാണ്. മോയിസ്ചറിൻ്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിച്ചു, സൈക്കോമെട്രിക് ചാർട്ട് പഠിച്ചു. അപ്പോൾ സൈക്കോമെട്രിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു മോയിസ്ചർ അതൊരു പർട്ടിക്കുലർ ഒരു സ്റ്റേറ്റിലിരിക്കുന്നു. മീൻസ് അതിനൊരു പർട്ടിക്കുലർ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഉണ്ട്, വെറ്റ് ബൾബ് ഉണ്ട്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ട്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ട്. ആ ഒരു കണ്ടീഷൻ ആ ഒരു സ്റ്റേറ്റിലിരിക്കുന്നു. അതിനെ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് ഏതെങ്കിലും രീതിയിൽ മാറ്റുന്നു എന്ന് കരുതുക. അതായത് സ്റ്റേറ്റ് എയിൽ നിന്ന് അടുത്ത ഒരു സ്റ്റേറ്റായ സ്റ്റേറ്റ് ബിയിലേക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലേക്കോ ഏതെങ്കിലും രീതിയിൽ മാറ്റുന്നു എന്ന് കരുതുക. അതിനെയാണ് സൈക്കോമെട്രിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രീതിയിൽ മാറ്റുന്നു, 1ൽ നിന്ന് 2 എന്ന മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഏത് രീതിയിൽ മാറ്റുന്നു എന്നതിനെ ആശ്രയിച്ച് ഡിഫറൻറ്റ് സൈക്കോമെട്രിക് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും സൈക്കോമെട്രിക് പ്രോസസ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെൻസിബിൾ ഹീറ്റിംഗ്, സെൻസിബിൾ കൂളിംഗ്, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, ദെൻ ഹ്യൂമിഡിഫിക്കേഷൻ, ഡീഹ്യൂമിഡിഫിക്കേഷൻ, ദെൻ കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ, ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഇത്രയും പ്രോസസ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തിനാണ് ഈ ഡയറക്ഷൻ, എന്തിനാണ് ഈ ലൈൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത് എന്നുള്ളത് പറയാം. അപ്പോൾ അതിനു മുമ്പ് ആദ്യം ഒരു എക്സാമ്പിൾ കാണിക്കാം. നമുക്ക് സൈക്കോമെട്രിക് ചാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മളൊരു മോയിസ്ചർ എടുത്തു, ആ മോയിസ്ചറിൻ്റെ കണ്ടീഷൻ നമ്മൾ എ എന്ന് പറയുന്നു. അപ്പോൾ അതിനെ ഞാൻ ബി എന്ന കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ എ ടു ബി എന്ന് പറയുന്നത് ഒരു സൈക്കോമെട്രിക് പ്രോസസ്സാണ്. അപ്പോൾ അത് നേരത്തെ നമ്മൾ കാണിച്ച സെൻസിബിൾ ഹീറ്റിങ്ങോ സെൻസിബിൾ കൂളിങ്ങോ ഏത് വേണമെങ്കിലും ആകാം. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. അപ്പോൾ എനിവേ ഈ എ ടു ബി എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതായത് എ എന്ന ഈ ഒരു കണ്ടീഷനിൽ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ട്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ട്, എൻതാൽപ്പി ഉണ്ട്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഉണ്ട്, ഒക്കെയുണ്ട്. ഇനി ബി എന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറുന്നു. ഏതോ ഒരു രീതിയിൽ നമ്മൾ ബി എന്ന ഒരു സ്റ്റേറ്റിലേക്ക് മോയിസ്ചറിനെ എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ബിയിലെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻറ്റ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആകാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആകാം. അങ്ങനെ ആ ബിയിലെ പാരാമീറ്റർ എന്ന് പറയുന്നത് വേരി ചെയ്യാം. എയുമായിട്ട് സിമിലർ ആകണമെന്ന് നിർബന്ധമില്ല. ബിയിലെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആകാം. അപ്പോൾ എനിവേ ഇതാണ് സൈക്കോമെട്രിക് പ്രോസസ്സ്. അപ്പോൾ നമ്മളത് സൈക്കോമെട്രിക് ചാർട്ടിലായിരിക്കും ഈ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളത് ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് വരച്ചു. ഇനി അതിൽ ഒരു പ്രോസസ്സ് മേ ബി വെർട്ടിക്കൽ ആകാം, ഒരു പ്രോസസ്സ് ഇൻക്ലൈൻഡ് ആകാം. അങ്ങനെ ഏത് രീതിയിലും പ്രോസസ്സുകൾ വരാം. ഈ പ്രോസസ്സ് എങ്ങോട്ട് നടക്കുന്നു എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആരോ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും. ഈ കാണുന്നതെല്ലാം ഡിഫറെൻറ്റ് സൈക്കോമെട്രിക് പ്രോസസ്സാണ്. അപ്പോൾ ഈ സൈക്കോമെട്രിക് പ്രോസസ്സ് എങ്ങനെയാണ് സൈക്കോമെട്രിക് ചാർട്ടിൽ വരിക എന്നുള്ളതാണ് ഈ കാണുന്നത്. ഇപ്പം സെൻസിബിൾ ഹീറ്റിംഗ് ആണെങ്കിൽ അതൊരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് വരും. അവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഇനി ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഇൻക്ലൈൻഡ് ആയിട്ട് വരും, ആരോ ഇങ്ങനെ വരും. ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു വെർട്ടിക്കൽ ലൈനായിട്ട് വരും. ഈ രീതിയിൽ ബാക്കി എല്ലാ സൈക്കോമെട്രിക് പ്രോസസ്സും നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ പ്രസൻറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഡയറക്ഷൻ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അതേ കാര്യം തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സൈക്കോമെട്രിക് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് സൈക്കോമെട്രിക് ചാർട്ടിൽ ആ പ്രോസസ്സ് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് കാണുന്നതാണ്. ദെൻ ഈ 8 കാര്യങ്ങൾ എന്ന് പറയുന്നത് 8 സൈക്കോമെട്രിക് പ്രോസസ്സാണ്. അപ്പോൾ ഓരോ സൈക്കോമെട്രിക് പ്രോസസ്സിലും എന്താണ് നടക്കുന്നത് എന്നതിൻ്റെ മെയിൻ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം, അതിനുശേഷം നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രോസസ്സ് പറയാൻ നേരത്ത് പറയും. ഫസ്റ്റ് സെൻസിബിൾ ഹീറ്റിംഗ്. സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻക്രീസ് ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് എയർ വിത്തൗട്ട് ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. അപ്പോൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് ചേഞ്ച് വരാതെ നമ്മൾ മോയിസ്ചറിനെ ഹീറ്റ് ചെയ്യുന്നു. അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി
ചേഞ്ച് ചെയ്യുന്നില്ല. അതാണ് സെൻസിബിൾ ഹീറ്റിങ്ങിൽ സംഭവിക്കുക. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് മാറാൻ നേരത്ത് എയിലെയും ബിയിലെയും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി സെയിം ആണ്, പക്ഷേ എയിലേക്കാളും കൂടുതലാണ് ബിയിലെ ടെമ്പറേച്ചർ. ചുരുക്കി പറഞ്ഞാൽ അതാണ് ആ പ്രോസസ്സിൽ നടക്കുന്നത്. ഇനി സെൻസിബിൾ കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഡിക്രീസസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് എയർ വിത്തൗട്ട് ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബി നെയിലേക്ക് വരുന്നത് കരുതുക. അതായത് നേരത്തെ നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് പോയി സെൻസിബിൾ ഹീറ്റിങ്ങിൽ, ഇനി സെൻസിബിൾ കൂളിങ്ങിൽ നേരെ തിരിച്ചൊന്ന് കരുതിയാൽ മതി. ബിയിൽ നിന്ന് എയിലേക്ക് വരുന്നു, അവിടെയും കൂള് ചെയ്യുന്നു. അതായത് എയിലെ ടെമ്പറേച്ചറാണ് കുറവ് ആസ് കമ്പയർഡ് ടു ബി. അതോടൊപ്പം തന്നെ എയിലെയും ബിയിലെയും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ അതാണ് സെൻസിബിൾ കൂളിങ്ങിൽ സംഭവിക്കുന്നത്. ഇനി ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇൻക്രീസസ് ദ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വിത്തൗട്ട് ചേഞ്ച് ഇൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അതായത് ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റാണ്. അതായത് എയും ബിയും ഉണ്ടെങ്കിൽ എയിലെയും ബിയിലെയും ഡ്രൈ ബൾബ് കോൺസ്റ്റൻറ്റാണ്. പക്ഷേ എ ടു ബി ആണ് പ്രോസസ്സ് എങ്കിൽ എയിനേക്കാളും കൂടുതലായിരിക്കും ബിയിലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. അപ്പോൾ അത് ഈ ഓരോ പ്രോസസ്സും ഇപ്പോൾ ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ. അത് സൈക്കോമെട്രിക് ചാർട്ടിൽ കാണുമ്പം നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറയുന്നു, പക്ഷേ ഡ്രൈ ബൾബ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നു. അതായത് ഹ്യൂമിഡിഫിക്കേഷനിൽ എന്താണോ സംഭവിച്ചത്, ഹ്യൂമിഡിഫിക്കേഷനിൽ എ ടു ബിയിലേക്ക് പോയി എയിലെയും ബിയിലെയും ടെമ്പറേച്ചർ സെയിം, പക്ഷേ ബിയിലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂടുതലാണ് എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതി, ബി ടു എ. അതായത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറയുന്നു, പക്ഷേ ടെമ്പറേച്ചർ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നു, സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ. ഇനി ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എന്താണ് ഹീറ്റിംഗ് വിത്ത് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചൂടാക്കുന്നുമുണ്ട്, അതോടൊപ്പം തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് കുറയുന്നുമുണ്ട്. ഇനി കൂളിംഗ് വിത്ത് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കുറയുന്നു, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇനി കൂളിംഗ് വിത്ത് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കുറയുന്നുമുണ്ട്, അതോടൊപ്പം തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറയുന്നുമുണ്ട്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമുക്ക് പ്രോസസ്സ് ലൈൻ ബൈ ലൈൻ ആയിട്ട് വിത്ത് ഡയറക്ഷൻ നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ അത് പ്രസൻറ്റ് ചെയ്ത് വേണം അത് നമ്മൾ പഠിക്കാൻ. അപ്പോൾ നമുക്കത് കാണാം. ഈ കാണുന്നതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രം, സൈക്കോമെട്രിക് പ്രോസസ്സ്. ഇനി ഓരോ സൈക്കോമെട്രിക് പ്രോസസ്സും എങ്ങനെ ചെയ്യുന്നു എന്നതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ജസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ ആദ്യം സെൻസിബിൾ ഹീറ്റിങ്ങിലേക്ക് പോകാം. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നു ഹീറ്റിംഗ് ഓഫ് എയർ വിത്തൗട്ട് ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. നമുക്കത് ആദ്യം സൈക്കോമെട്രിക് ചാർട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കോമെട്രിക് ചാർട്ട്. അപ്പോൾ നമ്മൾ മോയിസ്ചർ അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പോൾ മോയിസ്ചറിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ 0.1 ആണ്. അപ്പോൾ ആ 0.1 റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 5.1 ആണ്. H1 എന്ന് പറയുന്നത് എൻതാൽപ്പിയാണ്. TD1 എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ്. ദെൻ ഈ 1 കണ്ടീഷനിലുള്ള എയറിനെ ഹീറ്റ് ചെയ്ത് അതിനെ 2 എന്ന കണ്ടീഷനിലേക്ക് മാറി. അപ്പോൾ 2-വിൽ എന്ത് സംഭവിച്ചു? 2-വിൽ TD2 എന്ന് പറയുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലേക്ക് എത്തി, H2 എന്ന് പറയുന്ന എൻതാൽപ്പിയിലേക്ക് എത്തി. അപ്പോൾ 1 to 2 പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, അതോടൊപ്പം തന്നെ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്തു, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറഞ്ഞു. പിന്നെ ഓർക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 1-ലെയും 2-വിലെയും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി സെയിം ആണ്. ഓക്കെ, അപ്പോൾ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മോയിസ്ചറിനെ ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്, ഹീറ്റിംഗ് ഓഫ് എയർ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. അപ്പോൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ചേഞ്ച് ആവാതെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 1 to 2 പ്രോസസ്സ്. ഇനി 3ക്ക് എന്താണ് ഇമ്പോർട്ടൻസ്?
നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഡയഗ്രം നോക്കാം. ഇവിടെ നമ്മൾ ഒന്നുകിലും നമുക്ക് ഈ മോയ്സ്ചറിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹീറ്റിംഗ് കോയിൽ യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്കൊരു കോയിലിൽ കൂടെ സ്റ്റീം കടത്തി വിട്ടുകൊണ്ടുള്ള ഹീറ്റിംഗ് കോയിലും യൂസ് ചെയ്യാം. ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് കോയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്റ്റീം കോയിലിൽ കൂടെ പാസ് ചെയ്യുന്നുള്ള ഹീറ്റിങ്ങും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ ഡയഗ്രത്തിൽ എയർ ഹീറ്റിംഗ് കോയിലിലേക്ക് പോകുന്നു. അപ്പോൾ ഇൻലെറ്റ് ടെമ്പറേച്ചറാണ് TD1. ദെൻ ഹീറ്റിംഗ് കോയിലിൽ കൂടെ കടന്ന് പുറത്ത് വരുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ TD2. അപ്പോൾ 1 to 2 പ്രോസസ്സാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇനി പോയിൻ്റ് 3 അല്ലെങ്കിൽ TD3 എന്ന് പറയുന്നത് ഹീറ്റിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഈ ഹീറ്റിംഗ് കോയിലിൽ കൂടെ എയർ പാസ് ചെയ്ത് പുറത്ത് വന്നപ്പോൾ ഹീറ്റിംഗ് കോയിലിൻ്റെ അതേ ടെമ്പറേച്ചർ തന്നെയല്ല, അതിനേക്കാളും കുറച്ചും കൂടെ കുറഞ്ഞ ഒരു ടെമ്പറേച്ചറാണ് ഈ വെളി വന്ന എയറിന്. അതായത് ആക്ച്വലി ഹീറ്റിംഗ് കോയിലിൻ്റെ അതേ ടെമ്പറേച്ചർ തന്നെയാണ് വരുന്നതെങ്കിൽ ഈ 2 എന്ന് പറയുന്ന പോയിന്റിലല്ല നമ്മൾ എയർ എക്സിറ്റ് കണ്ടീഷൻ വരേണ്ടത്, 3യിലാണ് വരേണ്ടത്. പക്ഷേ ആക്ച്വലി വന്നത് 2 എന്ന് പറയുന്നതാണ്. അതായത് ഹീറ്റിംഗ് ഓയിലിൻ്റെ അതേ ടെമ്പറേച്ചർ തന്നെ അറ്റൈൻ ചെയ്യാൻ എയറിന് സാധിച്ചില്ല. അതിന് കാരണം ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്ന ഒന്നാണ്. അതായത് നമ്മൾ ഈ രീതിയിൽ ഹീറ്റിംഗ് കോയിലിൽ കൂടെ എയർ പാസ് ചെയ്യുമ്പോൾ കുറച്ച് എയർ ഹീറ്റിംഗ് കോയിലിൽ കൂടെ പാസ് ചെയ്യാതെ ബൈപ്പാസ് ചെയ്തു പോകുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അങ്ങനെ ബൈപ്പാസ് ചെയ്തു പോകുന്ന എയറും ഹീറ്റിംഗ് കോയിലിൽ കൂടെ കടന്നു വരുന്ന എയറും പിന്നീട് മിക്സായാണ് വെളിയിൽ വരുന്നത്. അതുകൊണ്ടാണ് ഹീറ്റിംഗ് കോയിലിൻ്റെ അതേ ടെമ്പറേച്ചറായ 3യിലേക്ക് തന്നെ എത്താതെ ആ പ്രോസസ്സ് കുറച്ചും കൂടെ കുറഞ്ഞ ഒരു ടെമ്പറേച്ചറായ 2വിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം. അപ്പം എങ്കിലും ഐഡിയൽ കേസാണെങ്കിൽ പ്രോസസ്സ് 1 to 3 ആണ് വരേണ്ടത്. അപ്പോൾ അതിന് ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നൊരു ഘടകമുണ്ട്, അത് നമ്മൾ പഠിക്കും. ആ ഫാക്ടർ 0 ആണ് എങ്കിൽ ഈ ഒരു പ്രോസസ്സ് 1 to 3 ആണ് വരേണ്ടത്. പക്ഷേ ആക്ച്വലി ഒരു ചെറിയ എമൗണ്ട് ബൈപ്പാസ് ഫാക്ടർ ഉള്ളതുകൊണ്ട് ഈ പ്രോസസ്സ് 1 to 2യിലേക്ക് മാറി. അപ്പോൾ 1 to 2 പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, പക്ഷേ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് സെൻസിബിൾ ഹീറ്റിംഗ്. ജസ്റ്റ് ഹീറ്റ് ചെയ്യുന്നു, ബട്ട് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നു. ദെൻ ഈ ഹീറ്റിംഗ് പ്രോസസ്സിലെ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് H2 - H1. കാരണം 2വിലെ എൻതാൽപ്പിയാണ് കൂടുതൽ 1ലെ എൻതാൽപ്പിനേക്കാളും. സോ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് H2 - H1. ഇനി അടുത്ത പ്രോസസ്സാണ് സെൻസിബിൾ കൂളിംഗ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ് നമ്മൾ ഡയറക്ഷൻ എങ്ങോട്ടാണോ കൊടുത്തത് അതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ട് ഡയറക്ഷൻ കൊടുത്താൽ മതി. നമുക്ക് നോക്കാം. അപ്പോൾ സൈക്കോമെട്രിക് ചാർട്ടിൽ 1 to 2 എന്ന് പറയുന്നതാണ് സെൻസിബിൾ കൂളിംഗ് പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ എയർ ഇനീഷ്യലി ഇരിക്കുന്നത് 1 എന്ന കണ്ടീഷനിലാണ്. അപ്പോൾ 1ൽ 5 എന്ന് പറയുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ട്, H1 എന്ന് പറയുന്ന എൻതാൽപ്പി ഉണ്ട്, TD1 എന്ന് പറയുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ നമ്മളൊരു കൂളിംഗ് കോയിലുണ്ട്. ആ കൂളിംഗ് കോയിൽ ഉപയോഗിച്ചുകൊണ്ട് എയറിനെ കൂൾ ചെയ്ത് 2 എന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. അപ്പോൾ 2വിൽ എന്താണ് പ്രശ്നം? 2വിലെ വേറൊരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്, മറ്റൊരു എൻതാൽപ്പിയാണ്. അതോടൊപ്പം തന്നെ 1ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനേക്കാളും കുറച്ച് കുറഞ്ഞ ഒരു ടെമ്പറേച്ചർ ആയിരിക്കും 2വിൽ. അപ്പോൾ ഈ 1 to 2 പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ കുറയുന്നു, അതായത് നമ്മുടെ എയറിനെ കൂൾ ചെയ്യുന്നു. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സെൻസിബിൾ ഹീറ്റിങ്ങിൻ്റെ നേരെ റിവേഴ്സാണ്. അപ്പോൾ ഇവിടെ കൂൾ ചെയ്യുന്നു, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ 1ഉം 2ഉം തമ്മിൽ നോക്കുകയാണെങ്കിൽ 2വിലെ എൻതാൽപ്പി എന്ന് പറയുന്നത് 1ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. 2വിലെ ടെമ്പറേച്ചർ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 1ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. 2വിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 1ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പം കൂടുതലാണ്. എന്നാൽ 2വിലെയും 1ലെയും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 1ആണ്. അപ്പോൾ അതാണ് സെൻസിബിൾ കൂളിംഗ്. അപ്പോൾ അതാണ് സെൻറ്റൻസ് ഇങ്ങനെ വന്നത്, കൂളിംഗ് ഓഫ് എയർ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. അപ്പോൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ട് കൂൾ ചെയ്യുന്നു. ഇനി ഇവിടെയും നമുക്കൊരു പോയിൻ്റ് 3 ഉണ്ട്. പോയിൻ്റ് 3 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ
ആ TD3 എന്ന് പറയുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഉദ്ദേശിക്കുക കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചറാണ്. അതായത് നമുക്ക് ഈ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ അതാണ് TD3 കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എയർ കൂളിംഗ് കോയിലിലേക്ക് കയറുന്നതിന് മുമ്പുള്ള കണ്ടീഷനാണ് പോയിൻ്റ് 1, അവിടുത്തെ ഡ്രൈ ബൾബാണ് TD1. ദെൻ കൂളിംഗ് കോയിലേക്കൂടെ കടന്ന് പുറത്ത് വരുമ്പോൾ ഉള്ള ടെമ്പറേച്ചറാണ് TD2. അപ്പോൾ ഈ എക്സിറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കൂളിംഗ് കോയിലിൻ്റെ അതേ ടെമ്പറേച്ചറിലേക്ക് എത്തുന്നില്ല. അതായത് കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TD3 ആണ്, പക്ഷേ എക്സിറ്റ് കണ്ടീഷൻ വരുന്നത് TD2 ആണ്. അതിന് കാരണവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈപ്പാസ് ഫാക്ടറാണ്. അതായത് ഈ കയറുന്ന എയറിൽ ഫുൾ എയറും കോയിലിന് പുറത്തൂടെ പോവില്ല, കുറച്ച് എയർ ബൈപ്പാസ് ചെയ്ത് പോകും. അങ്ങനെ ബൈപ്പാസ് ചെയ്ത് പോകുന്ന എയറും കൂളിംഗ് കോയിലേക്കൂടെ കടന്ന് പുറത്ത് വരുന്ന എയറും തമ്മിൽ മിക്സ് ആവുന്നു. കാരണം രണ്ടും രണ്ട് ടെമ്പറേച്ചർ ആയതുകൊണ്ട് മിക്സ് ആവുന്നതുകൊണ്ടാണ് ഈ എക്സിറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടിയ ടെമ്പറേച്ചറായി വരുന്നത്, കൂളിംഗ് കോയിലിൻ്റെ അതേ ടെമ്പറേച്ചർ തന്നെ അച്ചീവ് ചെയ്യാത്തത്. എനിവേ ഈ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമ്മുടെ പ്രോസസ്സ് 1 to 3 ആയേനെ. പക്ഷേ ആക്ച്വൽ കേസിൽ ബൈപ്പാസ് ഫാക്ടർ ഉള്ളതുകൊണ്ട് പ്രോസസ്സ് 1 to 3 ആവില്ല, 1 to 2 ആയി. അപ്പം അതുകൊണ്ടാണ് 3 നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ കാണിക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ അതാണ് കൂളിംഗ് കോയിൽ സെൻസിബിൾ കൂളിംഗ് എന്ന് പറയുക. ഇനി ഫോർ സെൻസിബിൾ കൂളിംഗ് പ്രോസസ്സ് ആ സെൻസിബിൾ ഹീറ്റ് എത്രയാണ് റിമൂവ് ചെയ്തത്. അപ്പോൾ ആ കൂളിംഗ് കോയിൽ ഹീറ്റ് റിമൂവ് ചെയ്യുക. കാരണം 1 ടെമ്പറേച്ചർ കൂടുതലാണ്, എൻതാൽപ്പിയും കൂടുതലാണ്, 2 ടെമ്പറേച്ചർ കുറവാണ്, എൻതാൽപ്പിയും കുറവാണ്. അപ്പോൾ കൂളിംഗ് കോയിൽ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയും കൊണ്ട് ഹീറ്റ് റിമൂവ് ചെയ്തു. അപ്പോൾ ആ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് H1 - H2. കാരണം 1 എൻതാൽപ്പിയാണ് കൂടുതൽ. സോ H1 - H2 എന്ന് പറയുന്നതാണ് സെൻസിബിൾ ഹീറ്റ്. അപ്പോൾ സെൻസിബിൾ കൂളിങ്ങിൽ കൂൾ ചെയ്യുന്നു, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇനി ബൈപ്പാസ് ഫാക്ടർ. അപ്പോൾ നമ്മൾ ആദ്യം സെൻസിബിൾ ഹീറ്റിംഗ് പറഞ്ഞു, അവിടെ ഒരു ഹീറ്റിംഗ് കോയിൽ യൂസ് ചെയ്യുന്നു. സെൻസിബിൾ കൂളിങ്ങിൽ നമ്മളൊരു കൂളിംഗ് കോയിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ബൈപ്പാസ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞില്ല, ബൈപ്പാസ് ചെയ്ത് പോകുന്നു. അതുകൊണ്ടാണ് ഹീറ്റിംഗ് കോയിലിൻ്റെ അതേ ടെമ്പറേച്ചർ എക്സിറ്റ് എയർ അച്ചീവ് ചെയ്യാത്തത്, അല്ലെങ്കിൽ കൂളിംഗ് കോയിലിൻ്റെ അതേ ടെമ്പറേച്ചർ ആ എക്സിറ്റ് എയർ അച്ചീവ് ചെയ്യാത്തതെന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നത് ഒരു കോയിലാണ്, ഹീറ്റിംഗ് കോയിലാകാം അല്ലെങ്കിൽ കൂളിംഗ് കോയിലാകാം. അപ്പോൾ എനിവേ 1 kilogram ഓഫ് എയർ, ആ എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TD1 ആണ്. അത് എൻ്റർ ചെയ്തു. അതിൽ 1 - X എയർ ഈ കോയിലിൽ കൂടെ കടന്ന് പുറത്ത് വരുന്നു. X കിലോഗ്രാം എയർ ബൈപ്പാസ് ചെയ്ത് പോകുന്നു. അങ്ങനെ ബൈപ്പാസ് ചെയ്ത് പോകുന്ന ആ എയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അപ്പോഴും TD1 തന്നെയാണ്. അതേസമയം ഈ കോയിലിൽ കൂടെ, അത് കൂളിംഗ് കോയിലാകാം ഹീറ്റിംഗ് കോയിലാകാം, എനിവേ ആ കോയിലിൽ കൂടെ പുറത്ത് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോയിൽ ഏത് ടെമ്പറേച്ചറാണോ അതേ ടെമ്പറേച്ചറാണ്. ഇവിടെ നമ്മളത് TD3 എന്ന് കൊടുത്തു. അപ്പോൾ കോയിൽ ഏത് ടെമ്പറേച്ചറാണോ അതേ ടെമ്പറേച്ചർ ആയിരിക്കും കോയിലിൽ കൂടെ പാസ് ചെയ്ത് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ. ഇനി ബൈപ്പാസ് ചെയ്ത് പോകുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ ആ ഇൻലെറ്റ് ടെമ്പറേച്ചർ തന്നെയായിരിക്കും. അപ്പോൾ ഈ ബൈപ്പാസ് ചെയ്ത് വരുന്ന TD1 ടെമ്പറേച്ചറുള്ള എയറും കൂളിംഗ് കോയിലിൽ കൂടെ പുറത്ത് വരുന്ന TD3 ടെമ്പറേച്ചറുള്ള എയറും കൂടെ മിക്സ് ആകുന്നു. അങ്ങനെ മിക്സ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? TD2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലേക്ക് മാറുന്നു. അത് ഹീറ്റിംഗ് കോയിലിൻ്റെ കേസാണെങ്കിൽ ഹീറ്റിംഗ് കോയിലിൻ്റെ അത്രയും ടെമ്പറേച്ചർ എത്തില്ല, അതിനേക്കാളും ഒരു കുറഞ്ഞ ടെമ്പറേച്ചറിലായിരിക്കും എത്തുക. ഇനി കൂളിംഗ് കോയിലിൻ്റെ കേസ് ആവുകയാണെങ്കിൽ കൂളിംഗ് കോയിലിൻ്റെ അതേ ടെമ്പറേച്ചറിൽ എത്തത്തില്ല, അതിനേക്കാളും കുറച്ച് കൂടിയൊരു ടെമ്പറേച്ചറായിരിക്കും എക്സിറ്റിൽ എത്തിച്ചേരുക. ഇതാണ് ബൈപ്പാസ് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ബൈപ്പാസ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഈ എക്സിറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും ഈ കോയിലിൻ്റെ അതേ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യാതെ വരുന്നത്. അപ്പോൾ കൂളിംഗ് കോയിലിലേക്ക് കൂളിംഗ് ഓർ ഹീറ്റിംഗ് കോയിലാകാം. ഈ കോയിലിലേക്ക് കയറുന്ന എയർ, അതിനോട്ട് അഡീഷൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TD1. ദെൻ ഈ കോയിലിൻ്റെ എക്സിറ്റിൽ വരുന്ന എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TD2. ദെൻ ഈ കോയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് TD3 എന്ന ടെമ്പറേച്ചർ. ഇത് ജനറലായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ കോയിൽ
ഹീറ്റിംഗ് കോയിലാകാം, കൂളിംഗ് കോയിലാകാം. ഹീറ്റിംഗ് കോയിലായാലും കൂളിംഗ് കോയിലായാലും ആകെ ഇരുന്ന് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് സൈക്കോമെട്രിയിലെ പ്രോസസ്സാണ്. അതായത് 1ൻ്റെ ലൊക്കേഷൻ മാറും, 2ൻ്റെ ലൊക്കേഷൻ മാറും, 3യുടെ ലൊക്കേഷൻ മാറും. അപ്പോൾ ആ കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മൾ എയർ കടത്തി വിടുന്നു, അപ്പോൾ അതിൽ കുറച്ച് എമൗണ്ട് എയർ ബൈപ്പാസ് ചെയ്തു പോകുന്നു. ദെൻ ബൈപ്പാസ് ഫാക്ടർ ഹീറ്റിംഗ് കോയിലിൻ്റെ കേസിലും കൂളിംഗ് കോയിലിൻ്റെ കേസിലുണ്ട്. നമുക്ക് ആദ്യം ഹീറ്റിംഗ് കോയിൽ നോക്കാം. അപ്പോൾ ഹീറ്റിംഗ് കോയിലിൽ നടക്കുന്ന പ്രോസസ്സാണ് 1 to 2. ദെൻ 3 എന്ന് പറയുന്നതാണ് ഹീറ്റിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ഹീറ്റിംഗ് കോയിലിൻ്റെ ബൈപ്പാസ് ഫാക്ടർ എഴുതുമ്പോൾ TD3 മൈനസ് TD2, അതായത് TD3 മൈനസ് TD2 ഡിവൈഡ് ബൈ TD3 മൈനസ് TD1, TD3 മൈനസ് TD1, അതായത് ഹീറ്റിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ മൈനസ് എക്സിറ്റ് കണ്ടീഷനിലെ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ഹീറ്റിംഗ് കോയിലിലെ ടെമ്പറേച്ചർ മൈനസ് ഇൻലെറ്റ് ടെമ്പറേച്ചർ മീൻസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ അതാണ് TD3 മൈനസ് TD2 ഡിവൈഡ് ബൈ TD3 മൈനസ് TD1. ഇതാണ് ഹീറ്റിംഗ് കോയിലിൻ്റെ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ബൈപ്പാസ് ഫാക്ടർ 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ 2 എന്ന പോയിൻ്റ് ഇല്ല, പകരം 1 to 3 എന്ന് പറയുന്ന പ്രോസസ്സേ ഉണ്ടാവൂ. ഇനി കൂളിംഗ് കോയിൽ എടുക്കാം. കൂളിംഗ് കോയിലിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു 3 കോയിൽ ടെമ്പറേച്ചറാണ്. അത് ഹീറ്റിംഗ് കോയിലാകാം, കൂളിംഗ് കോയിലാകാം. ബൈപ്പാസ് ഫാക്ടറിൻ്റെ നമ്മൾ ആ നേരത്തെ കണ്ട ഡയഗ്രാം പറയാൻ നേരത്ത്. അപ്പോൾ ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ഹീറ്റിംഗ് കോയിലും കൂളിംഗ് കോയിലും 1ൻ്റെയും 2ൻ്റെയും 3യുടെയും പൊസിഷൻസ് മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി കൂളിംഗ് കോയിൽ എടുക്കാൻ നേരത്ത് 1 എന്ന് പറയുന്നത് ഇവിടെ വന്നു, 2 എന്ന് പറയുന്നതാണ് എക്സിറ്റ് കണ്ടീഷൻ, 3 എന്ന് പറയുന്നതാണ് കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ. ഏറ്റവും കുറവ് ടെമ്പറേച്ചർ കൂളിംഗ് കോയിലിനായിരിക്കും, അതിനേക്കാളും കുറച്ച് കൂടിയ ടെമ്പറേച്ചറിലായിരിക്കും എക്സിറ്റ് കണ്ടീഷൻ വരിക. അപ്പോൾ കൂളിംഗ് കോയിലിൻ്റെ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ TD2 മൈനസ് TD3, അതായത് TD2 മൈനസ് TD3, അതായത് എക്സിറ്റ് കണ്ടീഷനിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ TD1 മൈനസ് TD3, TD1 മൈനസ് TD3, അതായത് ഇൻലെറ്റ് കണ്ടീഷനിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് കൂളിംഗ് കോയിലിലെ ടെമ്പറേച്ചർ. അപ്പോൾ അതാണ് ബൈപ്പാസ് ഫാക്ടർ ഫോർ എ കൂളിംഗ് കോയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജനറലായിട്ട് ഇൻലെറ്റിലെ TD1 എന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ പറഞ്ഞു, എക്സിറ്റിലെ TD2 ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ പറഞ്ഞു, കോയിലിൻ്റെ TD3 എന്ന് പറഞ്ഞു. ഇനി ഈ കോയിൽ ഹീറ്റിംഗ് കോയിലാകാം, കൂളിംഗ് കോയിലാകാം. ഹീറ്റിംഗ് കോയിലാണെങ്കിൽ ഇങ്ങനെ വരും ആ പ്രോസസ്സ്, കൂളിംഗ് കോയിലാണെങ്കിൽ ആ പ്രോസസ്സ് ഇങ്ങനെ വരും. അപ്പം ഹീറ്റിംഗ് കോയിലിൻ്റെ കേസിലെ 1ലെയും 2ലെയും 3യുടെയും ലൊക്കേഷൻ ആയിരിക്കില്ല കൂളിംഗ് കോയിലിൻ്റെ കേസിലെ 1ലെയും 2ൻ്റെയും 3യുടെയും ലൊക്കേഷൻസ്. അപ്പോൾ ബൈപ്പാസ് ഫാക്ടർ ഓർത്തിരിക്കുക, ഹീറ്റിംഗ് കോയിലിൻ്റെ കേസിലെയും കൂളിംഗ് കോയിലിൻ്റെ കേസിലെയും. ഇനി അടുത്തതാണ് എഫിഷ്യൻസി ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് കോയിൽ. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1 മൈനസ് ബൈപ്പാസ് ഫാക്ടറാണ്. 1 മൈനസ് ബൈപ്പാസ് ഫാക്ടർ ഈസ് നോൺ ആസ് ദ എഫിഷ്യൻസി ഓഫ് കോയിൽ. അപ്പോൾ ഹീറ്റിംഗ് കോയിലിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് ബൈപ്പാസ് ഫാക്ടർ. അത് നമ്മൾ ചെയ്യുമ്പോൾ TD2 മൈനസ് TD1 ഡിവൈഡ് ബൈ TD3 മൈനസ് TD1 എന്ന് കിട്ടുന്നു. ഇനി കൂളിംഗ് കോയിലിൻ്റെ കേസിലും 1 മൈനസ് BPF ചെയ്യുമ്പോൾ TD1 മൈനസ് TD2 ഡിവൈഡ് ബൈ TD1 മൈനസ് TD3 എന്ന് കിട്ടുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷനും മറ്റ് പ്രോസസ്സുകളും ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.